ശേഷമാണല്ലോ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു വെൽക്കം ബാക്ക് അല്ലെങ്കിൽ ഒരു ഇൻട്രോ പറയുന്നത്. അതെ, ഒത്തിരി നാളുകളായി നമ്മളിങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് തിരക്കുകളായിരുന്നു. കുറച്ച് നാളുകൾ കൂടി ഇങ്ങനെ വീഡിയോസിലൊക്കെ ഒരു ലാഗ് ഉണ്ടാവും. അതിനുശേഷം കണ്ടിന്യൂസ്ലി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ഇഷ്ടമായിരിക്കും. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ബയോട്ടിക്കിന്റെ ഈ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. ബയോട്ടിക്കിന്റെ ഉപ്തൻ ആൻഡ് കൊളാജൻ ഫേസ് മാസ്ക് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ടർമറിക്, സാഫ്രൺ ആൻഡ് ലെന്റിൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഇതിന്റെ ഔട്ടർ പാക്കേജിങ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, നോർമൽ ഒരു കാർഡ്ബോർഡ് പാക്കേജിംഗ് ആണ്. പുറത്ത് ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസ് ചെയ്യണം അതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഔട്ടർ പാക്കേജിംഗിൽ വരുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 250 റുപ്പീസ് ആണ് കേട്ടോ. ക്വാണ്ടിറ്റി വന്നിട്ട് 50 ഗ്രാംസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഇന്നർ പാക്കേജിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ ഒരു ബയോട്ടിക്കിന്റെ പ്രോഡക്ട്സിന്റെ പാക്കേജിങ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇതാണ് ഇന്നർ പാക്കേജിങ്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഞാൻ ഇതിൽ പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല, ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്. ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റ് കളറ് ക്യാപ്പൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. ഉള്ളിലും കണ്ടോ ഇതുപോലെ ഒരു മൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മാസ്കിന്റെ കൺസിസ്റ്റൻസി. കണ്ടോ, നല്ല മീഡിയം തിക്കായിട്ടുള്ള ഒരു ക്രീം കളർ ഓഫ് ഫേസ് മാസ്ക് ആണ്. നല്ലൊരു കാമിങ് ആയിട്ടുള്ളൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുള്ള ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് സെക്കൻഡ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇനി സെക്കൻഡ് പ്രോഡക്റ്റും ബയോട്ടിക്കിന്റെ തന്നെയാണ്. ബയോട്ടിക്കിന്റെ മൗണ്ടൻ എബോണി ആന്റി ഹെയർ ഫോൾ ഹെയർ സിറം ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഞാൻ ആക്ച്വലി ഇത് മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതല്ല, ബട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ബയോട്ടിക്കിന്റെ പ്രോഡക്റ്റ്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടു. അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി. നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി യൂസ് ചെയ്യാൻ നോക്കി കേട്ടോ. അപ്പോൾ ഇവിടെ വിന്റേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആവാറായി. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇതിലും ബേസിക് ആയിട്ടുള്ള ആ ഒരു ബയോട്ടിക്കിന്റെ ഔട്ടർ പാക്കേജിംഗ് ആണ് വിത്ത് പ്ലാസ്റ്റിക് റാപ്പ് ഒക്കെ. അപ്പോൾ ഇത് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിന്റെ റിവ്യൂസ് എനിക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റിവ്യൂസ് ഇടും. ഞാൻ ഇതിന് മുൻപും ഹോൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാന്ന്. പക്ഷേ പലതിലും ഞാൻ ചെയ്യാറില്ല. കാരണം എനിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രമേ, മീൻസ് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിന്റെ റിവ്യൂ വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്ക് അത്രത്തോളം വർക്ക് ആയിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ നമുക്ക് പ്ലാസ്റ്റിക് റാപ്പൊക്കെ റിമൂവ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇത് നമ്മുടെ ആസ് യൂഷ്വൽ ബയോട്ടിക്കിന്റെ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇതിലും വരുന്നത്. ഇന്റൻസീവ് ഹെയർ ഗ്രോത്ത് തെറപ്പി ഒക്കെ ഇതിൽ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇത് ത്രൂ ആണ് നമ്മൾ പ്രോഡക്റ്റ് എടുക്കേണ്ടത്. പിന്നെ ഇതിന്റെ ഫ്രേഗ്രൻസ് വന്നിട്ട് അത്ര അങ്ങോട്ട് പ്ലീസിങ് അല്ല കേട്ടോ. ഒരു മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്, പക്ഷേ ഒരു ആയുർവേദിക് ടച്ചും ഉണ്ട് ആ ഒരു ഫ്രേഗ്രൻസിന്. ഫ്രേഗ്രൻസ് വൈസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിന്റെ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റിസൾട്ട്സ് തരും എന്നുള്ളതാണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പ്രോഡക്റ്റ്. നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോഡക്റ്റും ബയോട്ടിക്കിന്റെ തന്നെയാണ്. ബയോട്ടിക്കിന്റെ ഈ ഒരു കുക്കുംബർ പോർ ടൈറ്റനിങ് ഫേസ് ടോണർ ആണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ ഇതൊരു റിഫ്രഷിംഗ് ടോണറാണ് വിത്ത് ഹിമാലയൻ വാട്ടേഴ്സ് ഫോർ നോർമൽ ടു ഓയിലി സ്കിൻ. കുക്കുംബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. അപ്പോൾ ഇത് ടോണറിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. ഞാൻ ടോണറിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ടോണർ യൂസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ഒരു ടോണറാണ്. ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഹെയർ സിറത്തിന്റെ അതേ സെയിം പാക്കേജിങ് കണ്ടോ. സെയിം കൈൻഡ് ഓഫ് ബോട്ടിലാണ്. അകത്തുള്ള പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ മാറ്റം. കണ്ടോ, ഒരു ഗ്രീൻ കളർ ലിക്വിഡ് ആണ്. സെയിം അതിന്റെ ഡിസ്പെൻസറും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ് കണ്ടോ. പിന്നെ ഒരു ഹാർഷ് സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. ഒരു ലെമൺ ഗ്രാസിന്റെ ഒക്കെ ഒരു സ്മെൽ, ലെമൺ ഗ്രാസിന്റെ ഒരു നിങ്ങൾ അതിന്റെ എസെൻഷ്യൽ ഓയിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാം ആ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന് മുന്നേ കാണിച്ച ഈ ഒരു ഹെയർ സിറത്തിന്റെ പ്രൈസ് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 250 റുപ്പീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു
ടോണറിൻ്റെ പ്രൈസ് വന്നിട്ട് 210 റുപ്പീസാണ്, 210 റുപ്പീസാണ് ഈ ഒരു ടോണറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേർഡ് പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഫോക്സ്റ്റെയിൽ ബ്രാൻഡിൻ്റെ പ്യോർ ബ്ലിസ് നറിഷിംഗ് മോയ്സ്ചറൈസർ ആണ്. ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിയാസിനമൈഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് പ്ലസ് കൊക്കും ബട്ടർ ആണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 249 റുപ്പീസ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഫോക്സ്റ്റെയിലിന്റെ അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡ് ആണ് എന്ന് കേട്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു വൈറ്റ് പ്ലസ് ഒരു ലൈലാക്ക് കളർ തീമിലാണ് ഇതിൻ്റെ പാക്കേജിങ്, ഔട്ടർ പാക്കേജിങ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോസി കൈൻഡ് ഓഫ് ഒരു ട്യൂബാണ് കേട്ടോ. ഒരു ലൈലാക്ക് ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ട്യൂബിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ട് നല്ല നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്യൂബാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് പ്രോഡക്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെയാണ് പ്രോഡക്റ്റ് ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ല ലൈറ്റ് വെയ്റ്റും ആണ് കണ്ടോ. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് നല്ല രീതിക്ക് ഒരു മോയ്സ്ചറൈസിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ, നല്ലൊരു ഇന്റൻസ് മോയ്സ്ചറൈസർ തന്നെ തന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്. പിന്നെ ഫ്രേഗ്രൻസും വന്നിട്ട് അത്യാവശ്യം ഒരു സൂതനിങ് ആയിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കയ്യിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അങ്ങനെ ഡിഫറൻസ്. ഇത് നല്ല ഡ്രൈ ആണ്. ഇത് കണ്ടോ, നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് മോയ്സ്ചറൈസിങ് തരുന്നുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റും നമുക്ക് ബയോട്ടിക്കിൻ്റെ തന്നെയാണ് കേട്ടോ. ബയോട്ടിക്കിൻ്റെ ഈ ഒരു സൺ ഷീൽഡ് മൈക്രോ ഗോൾഡ് SPF ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ 30+ SPF PA++ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. മാറ്റ് ലുക്ക് സൺസ്ക്രീൻ ആണ്. ഓയിൽ കൺട്രോൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബട്ട് എനിക്ക് ഇത് വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. ബട്ട് റിവ്യൂസിലൊക്കെ വൈറ്റ് കാസ്റ്റിംഗ് ഇല്ല, നല്ല പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വന്നിട്ട് 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. 50 ml ഓഫ് പ്രോഡക്റ്റ് വന്നിട്ട് 195 റുപ്പീസാണ് കേട്ടോ ഇതിന് MRP കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ എങ്ങനെയാണ്, ഒരുപാട് തിക്കാണോ, വൈറ്റ് കാസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുമോ. നമുക്ക് മെയിനായിട്ട് സ്കിന്നിൽ വൈറ്റ് കാസ്റ്റ് ഇല്ലാണ്ട് പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന ടൈപ്പ് ഓഫ് സൺസ്ക്രീനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ ഇതങ്ങനെയാണോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ കയ്യിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്നെസ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. പണി പാളി എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം കണ്ടോ, ബ്ലെൻഡ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്കിന്നിലേക്ക്. അത്യാവശ്യം വൈറ്റ് കാസ്റ്റ് ഉണ്ട്, പണി പാളിയ ലക്ഷണമാണുള്ളത്. ഞാനിതെങ്ങനെ ഫേസിൽ ഇടും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. സാധനം നമ്മൾ തൊടുമ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ് കേട്ടോ. വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ബട്ട് ഈസി അബ്സോർപ്ഷൻ ഇല്ല. പ്ലസ് വൈറ്റ് കാസ്റ്റ് ഉണ്ട് കണ്ടോ. നമുക്കൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ 2 മിനിറ്റ്സിന് ശേഷം ഈ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. 2 മിനിറ്റ്സ് ആയില്ല കേട്ടോ. ഒരു കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഡിസപ്പിയർ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു പണി പാളിയെന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഒരു സെക്കൻഡ്സ്, ഒരു 2-3 സെക്കൻഡ്സ് അങ്ങനെ വിട്ടപ്പോൾ തന്നെ ആ ഒരു വൈറ്റ്നെസ്, ആ ഒരു വൈറ്റ് കാസ്റ്റ് ഫുള്ളായിട്ട് മാറി വരുന്നുണ്ട് കണ്ടോ. പക്ഷേ കുറച്ച് ഓയിലി ആണെന്ന് തോന്നുന്നു പ്രോഡക്റ്റ്. ഒരു ഗ്രീസിനെസ് ഉണ്ട് ആ ഒരു ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം. കുറച്ചൊരു ഗ്രീസിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിലി സ്കിന്നിന് അത്ര സ്യൂട്ട് ആവില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് മാറ്റ് ലുക്ക് സൺസ്ക്രീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കിത് മാറ്റ് ലുക്ക് പോലെ തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൽനെസ് ഒക്കെ ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വൈറ്റ് കാസ്റ്റ് ഒന്നും ഞാൻ പണി പാളി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ വൈറ്റ് കാസ്റ്റ് ഒരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഡിസപ്പിയർ ആയി. അപ്പോൾ ഇതും പ്രൊട്ടക്ഷൻ ഫാക്ടറൊക്കെ ഉള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതായിരുന്നു നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഇനി നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോയിലെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുട്ടി സൈസിലുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റിന്യൂഡ് ക്ലാരിഫൈങ് നൈറ്റ് ജെൽ.
ഈ പ്രോഡക്റ്റാണ് നമ്മൾ ലാസ്റ്റായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് 15 ml ഓഫ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 195 റുപ്പീസാണ് ഈ ഒരു കുട്ടി പാക്കേജിങ്ങിൻ്റെ പ്രൈസ്. ഈ ഒരു ഗ്രീൻ ടീ റേഞ്ചിൻ്റെ ഫേസ് വാഷ് ആണ് ഞാൻ ഒരുപാട് നാളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം കണ്ടപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഔട്ടർ പാക്കേജിങ് ആസ് യൂഷ്വൽ നോർമൽ നമ്മുടെ പ്ലമ്മിൻ്റെ ആ ഒരു സെയിം പാറ്റേണിലുള്ള ഔട്ടർ പാക്കേജിങ് ആണ്. നമുക്ക് അകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. വാവ് ആണോ, 15 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇത് ഇന്നർ പാക്കേജിങ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മാറ്റ് ഗ്ലാസ് ബോട്ടിലാണ് ഈ ഒരു നൈറ്റ് ക്രീം വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഒരു സിൽവർ ക്യാപ്പൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിൻ്റെ പാക്കേജിംഗ് ഒക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ ആസ് യൂഷ്വൽ ഈ ഒരു ലീക്ക് പ്രൂഫ് ക്യാപ്പ് ഉണ്ട്. നമുക്ക് അതുകൂടെ എടുത്ത് നോക്കാം. വാവ്, ഓ മൈ ഗോഡ്, ഇതുണ്ടോ നല്ല ജെൽ കൺസിസ്റ്റൻസിയിലുള്ള ഒരു നൈറ്റ് മോയ്സ്ചറൈസറാണ് നമുക്ക് ഈ കാണാവുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ കുറച്ച് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. നല്ല കൂളിംഗ് ആണ് കേട്ടോ, തൊടുമ്പോൾ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് ആണുള്ളത്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബ്ലെൻഡായി പോകുന്ന ഒരു ജെല്ലാണ്, നൈറ്റ് ജെല്ലാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ റേഞ്ചിലുള്ള ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അതിൻ്റെ സെയിം ഫ്രേഗ്രൻസ് ആണ് ഈ ഒരു നൈറ്റ് ജെല്ലിനും. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര നല്ല ക്യൂട്ട് പാക്കേജിങ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് എടുത്ത് ഇങ്ങനെ നമ്മുടെ ഹാൻഡ് ബാഗിലേക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കുട്ടി പാക്കേജിങ് ആണ്. പക്ഷേ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിരിക്കണം, പെട്ടെന്ന് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്. കണ്ടോ, നമ്മുടെ പാക്കേജിങ് ഫുള്ളായിട്ട് കാലിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.